അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ വിഷയം നാം എന്നും ചെയ്യുന്ന 5 വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ആരാധന കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് സംഭാഷണം ചെയ്യുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. ആ ഒരു കർമ്മത്തിൽ അത്രയും എന്താ പറയേണ്ടത്, നല്ല സന്തോഷത്തിലും വിനയത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിസ്കാരം. അപ്പം ആ ഒരു സമയത്ത് നമ്മളുടെ ചിന്ത പല പല ചിന്തകളിലായിട്ട് വരും. അത് പിശാച് നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കാരണം നമ്മൾ നിസ്കാരം ബാത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പം ആ ഒരു ലക്ഷ്യം, അപ്പം ആ ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ നിസ്കാരം ബാത്തിലാക്കാൻ പിശാചിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരു സമയത്ത് വേണ്ടാത്ത ചിന്ത വരുന്നത്, നമ്മൾ എല്ലാവരും നമസ്കരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് വേണ്ടാത്ത എന്തൊക്കെ ചിന്തയൊക്കെ വരാൻ കഴിയും, അതൊക്കെ വരും. ചില ആൾക്കാർ നമസ്കരിക്കുന്ന സമയത്ത് ഒന്നിക്ക് പള്ളിയിലാണ്. ഞാൻ പണ്ടൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് പള്ളിയിലേക്ക് നമ്മൾ മദ്രസയിലേക്ക് കയറി പോകുമ്പോൾ പള്ളിയാണ് മുന്നിലുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ആണുങ്ങന്മാർ നമ്മൾ കയറുന്ന ഒരു സമയത്ത് അവർ നിസ്കരിക്കുവാണെങ്കിലും അവർ നോക്കുന്നുണ്ടാവുക നമ്മൾ കയറി പോകുന്നതാണ്. അപ്പം ചില ഉമ്മമാർ, ചില ആൾക്കാർ, ചില സ്ത്രീകൾ നമ്മൾ നിസ്കരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ റൂമിലേക്ക് കയറിപ്പോയാൽ അവർ നമ്മളെ നോക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പിശാച് ചെയ്യിക്കുന്നതാണ്, നമ്മൾ നിസ്കാരം ബാത്തിലാക്കുക എന്ന ചിന്തയോടുകൂടി. അപ്പം ഇങ്ങനെ നിസ്കാരം ബാത്തിലാകാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓതുന്ന സൂറത്തിൻ്റെയും ദിക്റുകളുടെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. നമ്മൾ എന്നും ഓരോ നിസ്കരിക്കുമ്പോഴും ഫാത്തിഹേൻ്റെതായാലും ഏത് സൂറത്താണോ ഓതുന്നത് ആ ഒരു സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ ശ്രമിക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ആ ഒരു അറിയുന്നൊരു ഭാവത്തിൽ നമ്മൾ നിസ്കരിക്കുക. അതേപോലെ തന്നെ നമ്മളെന്നും നിസ്കരിക്കുമ്പോൾ ഈ ഒരു നമസ്കാരം എൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് മനസ്സിൽ കരുതുക. ഇതെൻ്റെ ഇപ്പോൾ റൂഹ് പിടിക്കും, ഇതെനിക്ക് ഏറ്റവും അവസാനമായിട്ട് അള്ളാഹുമായിട്ട് സംഭാഷണം ചെയ്യാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലി നമ്മൾ കൈ കെട്ടി ആ ഒരു സമയത്ത് നമ്മളുടെ മുന്നിൽ കഅബാലയം ഉണ്ട് എന്ന രീതിയിലും നമ്മളുടെ വലത് സൈഡ് സ്വർഗവും ഇടത് സൈഡ് നരകവും എന്ന ചിന്തയിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ നമസ്കരിക്കുകയും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു നമസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, ഞാൻ ഇപ്പം മരിക്കും എന്ന രീതിയിൽ നമസ്കരിക്കുകയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വരികയില്ല. കാരണം നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുമായിട്ട് നല്ല രീതിക്ക് സംഭാഷണം ചെയ്യാനും മാത്രമേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയിൽ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഓരോ നമസ്കാരം കഴിയും തോറും അതിന് ശേഷം നമ്മൾ ഓരോ നിസ്കാരത്തെക്കുറിച്ച് വിലയിരുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇനി വരുന്ന നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ ഒരു വഴിത്തിരിവാകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരം ഒന്നും ബാത്തിലാകുകയില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരുടെയും നിസ്കാരങ്ങളും മറ്റുള്ള നല്ല നല്ല കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.